ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ കുരുമുളക് കൃഷിനെ പറ്റിയിട്ട് തന്നെ കേട്ടോ. നമ്മൾ ഈ കമുകിൽ ഇതിപ്പോൾ താങ്ങുമരമൊക്കെ കണ്ടോ, കമുകാണ്. എല്ലാതും ഇവിടെ കമുകിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കമുകിൽ കുരുമുളക് കൃഷി ചെയ്യുമ്പോഴേ നമുക്കുള്ള ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എന്താ അറിയോ, ഈ വള്ളിയൊക്കെ പകുതിയിലധികം കയറി കഴിഞ്ഞിട്ടായിക്കാരം ചിലപ്പോൾ ഈ കമുകാണ് ഉണങ്ങിപ്പോവും. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക? അപ്പോൾ ഇന്ന് ഇൻ്റെതും അതേപോലെ ഒരു കമുക ഉണങ്ങിപ്പോയി. വള്ളി അത്യാവശ്യം കയറി തിരിയിട്ട വള്ളിയാണ് കമുക ഉണങ്ങിപ്പോയത്. അപ്പോൾ നമ്മൾ ഇത്രയും നട്ട് വളർത്തി ഉണ്ടാക്കിയിട്ട് അതെങ്ങനെയും നമുക്ക് തിരിച്ചെടുക്കണ്ടേ? അങ്ങനെ കളയാൻ പറ്റുമോ കമുക ഉണങ്ങിപ്പോയാലും? അപ്പോൾ ഇന്നതിന് പകരം വേറൊരു താങ്ങുമരം വെച്ചിട്ടേ അതിനടുത്ത് തന്നെ താങ്ങുമരം വെച്ചിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ വീഡിയോയിലൂടെ ഒന്ന് കണ്ടോളി. പലരും ചെയ്യുന്നത് തന്നെ ആയിരിക്കും, എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് വീഡിയോ ചെയ്യാമെന്ന് മാത്രം കേട്ടോ. നമ്മൾ കമുകിൽ ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണിത്. ഈ ഒരു വള്ളിയാണ് കേട്ടോ നമുക്ക് മാറ്റി കെട്ടിക്കൊടുക്കാനുള്ളത്. എന്ത് ചെയ്യാനാ, നിങ്ങൾക്ക് വള്ളി കണ്ടാൽ തന്നെ അറിയാം, നല്ല ഉഷാറായിട്ട് വൃത്തിക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന വള്ളിയാണ്. ഒന്നും ചെയ്യാനില്ല. കമുകാണെങ്കിലോ നിപ്പിലങ്ങോട്ട് സമാധിയായി പോയി. എന്തായാലും നമുക്കിത് മാറ്റി കെട്ടിക്കൊടുക്കാം. താങ്ങുമരമായിട്ട് നമുക്ക് കിട്ടിയത് ശീമക്കൊന്നയുടെ കൊമ്പാണ് കേട്ടോ. അപ്പോൾ ഒരു 10 അടിക്ക് മുകളിലുള്ള ഒരു കൊമ്പ്, നല്ലൊരു കൊമ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പഴയ പോലെ എവിടെയും ശീമക്കൊന്നൊന്നും കിട്ടാനില്ല. എന്നാലും തിരഞ്ഞ് നമ്മൾ പുഴയുടെയൊക്കെ സൈഡിൽ പോയപ്പോൾ അവിടെ നിന്ന് കിട്ടി. വീഡിയോ എടുത്തരാൻ സഹായത്തിന് കൂടെ ഒരാളൊന്നും ഇല്ലാത്തതുകൊണ്ടേ ക്യാമറ ഒരു മരത്തിൽ ചാരി വെച്ചിട്ട് ആണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. എന്തായാലും നമുക്ക് ഒരു പാകത്തെ നല്ലൊരു ചീമക്കൊന്നയുടെ കമ്പനി കിട്ടിയിരിക്കണം. അപ്പോഴേ ഈ താങ്ങുമരം മാറ്റി നടാൻ വേണ്ടിയിട്ട് നമുക്ക് ചീമക്കൊന്നയാണ് കിട്ടിയിട്ടുള്ളത്. ചീമക്കൊന്നയുടെ ഒരു 10 അടിക്ക് മുകളിലുള്ള ഒരു കമ്പ് നമ്മൾ വെട്ടി കൊടുന്ന് വെച്ചിരിക്കണം. അപ്പോൾ അതിവിടെ നട്ടു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ നിലവിലുള്ള താങ്ങുമരത്തിൻ്റെ ഒരടി വിട്ടിട്ടാണ് കേട്ടോ ചെയ്യണത്. നല്ല മുരട്ടേക്ക് പോയിട്ടില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വേരും കാര്യങ്ങളൊക്കെ കൂടുതൽ ഇവിടെ ഉണ്ടാവും. അപ്പോൾ അത് കാരണം കുറച്ച് ഒഴിച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ. നമുക്ക് കുഴി പരമാവധി താത്തി കൊടുക്കണം. അപ്പോൾ നമ്മളെ കുഴി കുത്തി കഴിഞ്ഞിട്ടോ, അത്യാവശ്യം ഒരു 2 അടിക്ക് മുകളിൽ തന്നെ വലിയ കുഴി കുത്തിക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഏണി ചാരി ഇരുന്ന് കുരുമുളക് അരക്കാനുള്ളതല്ലേ, അപ്പം മറിഞ്ഞു വീഴാൻ പറ്റില്ലല്ലോ. അപ്പോൾ പരമാവധി താത്തണം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ താങ്ങുകാല് ശീമക്കൊന്നയുടെ കൊമ്പ് കൊടുത്തിട്ട് കുഴിച്ചിടാം. കാണുന്ന പോലെ അല്ല കേട്ടോ, അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ഒരു വിധത്തിൽ നമ്മളിവിടെ കൊടുന്ന് കുഴി കണ്ട് എത്തിച്ചു. അങ്ങനെ പകുതി പണിയാണ് കഴിഞ്ഞിട്ട്. ഈ ശീമക്കൊന്ന ഇവിടെ കൊടുന്ന് എത്തിക്കലായിരുന്നു വലിയ പണി. നമുക്ക് ശീമക്കൊന്ന കിട്ടിയത് 1 കിലോമീറ്റർ അപ്പുറത്ത് നിന്നാണ്. പുഴയുടെ സൈഡിൽ പോയിട്ടാണ് വെട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് ഏറ്റി കൊടുന്നു. പിന്നെ നോമ്പും അല്ലേ, ബാക്കി പറയണ്ടല്ലോ. പിന്നെ എന്താ ഇപ്പോൾ ഈ സമയത്ത് ഇത് ഇത്ര ഇടങ്ങാറായിട്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ പണി ചെയ്ത് കഴിഞ്ഞാൽ മഴക്കാലമൊക്കെ ആയിട്ട് കുരുമുളകൊക്കെ തിരിയിടാൻ സമയമാകുമ്പോഴത്തേനേ ഇത് നേരെ പിടിച്ച് അതിൽ സെറ്റായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനാണ് ഇപ്പോൾ ഇത്ര ഇടങ്ങാറായിട്ട് ഈ സമയത്ത് തന്നെ നോമ്പ് നോറ്റിട്ട് ഇത് ചെയ്യണം. താങ്ങുകാലൊക്കെ മണ്ണിട്ട് നേരെ ഉറപ്പിച്ചു, ഫുള്ള് സെറ്റായി. ഇനി അടുത്ത വലിയ പണി ഈ വള്ളി അടർത്തി എടുത്തിട്ട് മെല്ലെ ഇതിൽ കെട്ടിക്കൊടുക്കല. നല്ല ശ്രദ്ധിച്ചിട്ട് വേണം ഇത് ചെയ്യാനും. ധൃതി പിടിച്ച് ചെയ്യാനും പറ്റില്ല. വള്ളി ഡാമേജ് ആവാതെ നേരെ കെട്ടിക്കൊടുക്കണം. അതിൻ്റെ ഇപ്പം നിൽക്കണ പോലെ തന്നെ നല്ല വൃത്തിക്ക് കെട്ടിക്കൊടുക്കണം. ഇത് കെട്ടിക്കൊടുക്കുമ്പോഴേ വള്ളി മൊത്തത്തിൽ ഇങ്ങോട്ട് വലിച്ച് താഴേക്കിട്ടിട്ട് അല്ല കേട്ടോ കെട്ടിക്കൊടുക്കേണ്ടത്. ഇത് വീഡിയോയിൽ കാണുന്ന പോലെ അതിൻ്റെ മുകളിൽ കയറിയിട്ട് മുകൾ ഭാഗം മെല്ലെ അടർത്തി എടുത്തിട്ടേ ഇപ്പം
കണ്ണി പൊട്ടി ഇങ്ങനെ കയറുന്ന ഭാഗം ഉണ്ടല്ലോ, അത് മെല്ലെ ശ്രദ്ധിച്ച് മെല്ലെ അടർത്തി എടുത്തിട്ട് മുകൾ ഭാഗം നേരെ വൃത്തിക്ക് കെട്ടി കൊടുക്കണം കേട്ടോ ആദ്യം. എന്നിട്ട് പിന്നെ താഴെ ഇങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ അടർത്തി എടുത്തിട്ട് അതിങ്ങനെ വൃത്തിക്ക് അതേപോലെ മുകളിൽ നിന്ന് താഴേക്ക് കെട്ടി കെട്ടി വരണം. എന്നാലേ ഉള്ളൂ അതിൻ്റെ ശരിയായ വൃത്തിയായിട്ട് അത് നിൽക്കുകയുള്ളൂ. ഇത് മുഴുവൻ കെട്ടിക്കഴിഞ്ഞിട്ട് അതിൻ്റെ ഫുള്ളായിട്ടുള്ള റിസൾട്ട് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ കാണിക്കട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടു നോക്കണ്ടു. ഇനിയിപ്പോൾ ലാസ്റ്റ് ഇത്രയൊക്കെ പണിയെടുത്തിട്ട് ഇടങ്ങേറായിട്ട് ഇതൊക്കെ ചെയ്തിട്ട് ലാസ്റ്റ് ഇനി ചെയ്യുമ്പോൾ ഉണങ്ങി പോകുന്ന എൻ്റെ പേടി. ഏയ് അങ്ങനെ ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. നമ്മളിവിടെ കഴിഞ്ഞ വർഷം മുതൽ വള്ളി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, പുതിയ വള്ളികൾ. അപ്പോൾ ഇപ്പോൾ 100 വള്ളി ഇട്ടതിൽ 74 എങ്ങാനും പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പുതിയ ഇട്ട വള്ളികൾ വേറെ ഉണ്ട്. ഇനി അടുത്ത വർഷം ആകുമ്പോഴേക്കും നമുക്ക് ഒരു 200 വള്ളിയെങ്കിലും തികക്കണം എന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് ഇവിടെ വള്ളികൾ ഉണ്ടായിരുന്നു, കുരുമുളക് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഒക്കെ 2018-19 പ്രളയത്തിൻ്റെ സമയത്ത് മുഴുവനായിട്ട് നശിച്ചു പോയിട്ടോ. വെള്ളം ഒരു 2-3 ദിവസം വെള്ളം തുടർച്ചയായിട്ട് കെട്ടിന്നുകൊണ്ടേ അങ്ങനെ മൊത്തത്തിൽ നശിച്ചു പോയതാണ്. പിന്നെ ഈ കഴിഞ്ഞ വർഷം മുതലാണ് ഇപ്പോൾ പുതിയ വള്ളി ഇട്ട് തുടങ്ങിയത്. ഇനി എന്തായാലും അടുത്ത വർഷം ആകുമ്പോഴേക്കും ഒരു 200 വള്ളി തികച്ചുണ്ടാക്കണം. നമുക്ക് കുറഞ്ഞ ചിലവിലേ കുറഞ്ഞ സമയം കൊണ്ട് വിളവെടുക്കാൻ പറ്റിയ നല്ലൊരു ആദായം തരുന്ന ഒരു കൃഷിയാണ് കേട്ടോ കുരുമുളക്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ. അപ്പോൾ നമുക്ക് ശരിക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വള്ളി ഇട്ട് കഴിഞ്ഞാൽ നേരെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വർഷം കഴിയുമ്പോൾ തന്നെ അതിൽ തിരിയിട്ട് തുടങ്ങും. 2-ാം വർഷം മുതൽ അതിന്ന് ആദായം കിട്ടിത്തുടങ്ങും ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ എത്ര കുറച്ച് സ്ഥലമുള്ള ആളുകളാണെങ്കിലും അവർക്ക് ഏറ്റവും എളുപ്പത്തിൽ ചിലവും പിന്നെ അതേപോലെ തന്നെ പണിയും കുറവ്, അങ്ങനെ പണിയും കുറവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു കൃഷിയാണ് കേട്ടോ കുരുമുളക്. പിന്നെ എല്ലാ കാലത്തും ഒരു മാന്യമായ വിലയും കുരുമുളകിന് കിട്ടും. ഇപ്പോൾ ഒരുപാട് ആളുകൾ കുരുമുളക് കൃഷിയിലേക്ക് വരുന്നുണ്ട്. കുറേ PVC പൈപ്പിലും ഇതിലൊക്കെ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. അതൊക്കെ നല്ലതാണ്. നമുക്ക് എന്ത് താങ്ങുമരത്തിലാണോ ചെയ്യാൻ പറ്റണമെന്ന് വെച്ചെങ്കിൽ നമ്മളടുത്ത് ഉള്ളതിനനുസരിച്ച്, ഇനി ഒന്നുമില്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും ശീമക്കൊന്നയുടെ കമ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മരമൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് അതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കുരുമുളക് കയറ്റി വിടട്ടോ കുറഞ്ഞ ചിലവിൽ. PVC തന്നെ വേണമെന്നൊന്നുമില്ല. ഞാനിവിടെ ചെയ്തിട്ടുള്ളത് കാര്യമായിട്ട് കമുകിലാണ്. കമുകിൽ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാര്യമായിട്ടുള്ള പ്രശ്നം ഇതാണ്, ഇടയ്ക്ക് ഇതേപോലെ ഓരോ കമുക് ഉണങ്ങിപ്പോവും. അപ്പോൾ അതിന് വേറെ എന്തെങ്കിലും താങ്ങുമരം വെച്ചിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് അതിമൊന്ന് പണിയെടുക്കണം, അത്രേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ പണി ഇവിടെ തീർന്നു കേട്ടോ. കുരുമുളക് കാലിൽ കെട്ടിക്കഴിഞ്ഞതിൻ്റെ ലാസ്റ്റാണിത്. ഇത് കണ്ടു കഴിഞ്ഞാൽ പറയാമോ നമ്മൾ കാല് മാറ്റി കുഴിച്ചിട്ട് മാറ്റി കെട്ടിക്കൊടുത്താണെന്ന്. നല്ല വൃത്തിക്ക് നിൽക്കുന്നില്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ മുഴുവനായി. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.